ഇഷാ നിസ്കരിക്കാൻ ബാങ്ക് കൊടുത്ത ഉടനെ തന്നെ ഓള് നിസ്കാര റൂമിക്ക് കയറീന്. എന്നത്തേതിലും നേരത്തെ തന്നെ ഇന്ന് നിസ്കരിക്കാൻ പോയിക്കണോള്. കുറേ കഴിഞ്ഞിട്ടും ഓള് റൂമിൽ നിന്ന് ഇറങ്ങണില്ല. 3 പ്രാവശ്യം പോയി നോക്കിയപ്പോഴും അത്തഹിയാത്തിലിരിക്കന്നെയാണ്. നേരം കുറേ കഴിഞ്ഞിട്ടും അതേ ഇരിപ്പിൽ എന്നെ കണ്ടപ്പോൾ പന്തികേട് തോന്നിയ ഓളെ നാത്തൂനൊന്ന് പോയി വിളിച്ചു നോക്കി. മിണ്ടണില്ല. ഒന്ന് കുലുക്കി നോക്കിയതും ഓള് മറിഞ്ഞു വീണതും ഒരുമിച്ചായിരുന്നു. ഉമ്മാ, അല്ലാ, ഓടി വായോ, എന്താടി, എന്താണ്? അപ്പോഴേക്കും എല്ലാവരും ഓടി വന്നിരുന്നു. നോമ്പ് തുറക്കാൻ വന്നതാണ് എല്ലാവരും. മോളെ, മോളെ, ഉമ്മ കിടന്ന് നിലവിളിക്കാണ്. എല്ലാവരും നിലയും വിളിയും കൂടാണ്. ഓട്ടോക്കാരനെ വിളിക്കണ്. ഹോസ്പിറ്റലിൽ എത്തിച്ചു. സോറി, സൈലന്റ് അറ്റാക്കായിരുന്നു. എപ്പോഴോ ശ്വാസം നിലച്ചിട്ടുണ്ട്. അത് പറഞ്ഞ് ആശ്വസിപ്പിക്കാനല്ലാതെ ഡോക്ടർക്ക് മറ്റൊന്നിനും കഴിയില്ലായിരുന്നു. ഓളെ പെരയിൽ അറിയിക്കണം. ഓളെ ഉമ്മാനോടും ഉപ്പാനോടും ബന്ധുക്കളോടും എന്തു പറയും? ജീവനായി കൊണ്ടു നടക്കണ ഓളെ കാക്കൂനെ, ഓളെ ഹസ്ബൻഡിനെ എങ്ങനെ വിവരമറിയിക്കും? കണ്ണത്താ ദൂരത്ത് കിടക്കണ ഓൻക്ക് എങ്ങനെ താങ്ങാൻ കഴിയും? താങ്ങാനാവാതെ ഓളെ കാണാനുള്ള യാത്രയിൽ ഓൻക്കെന്തേലും പറ്റുമോ? ഇങ്ങനെ 1000 ചോദ്യങ്ങൾ കൊണ്ട് എന്ത് ചെയ്യണമെന്നറിയാതെ ICUവിൻ്റെ മുന്നിൽ തരിച്ചു നിൽക്കാണ് പുരക്കാര്. ഒന്നും അവിടെ കിടക്കൂലല്ലോ. അറിയിക്കേണ്ടവരൊക്കെ അറിയിച്ചു. വെള്ള പുതച്ച് കിടക്കണ മോളെ കണ്ടതും ഓൾക്ക് വയ്യാന്ന് പറഞ്ഞു കൊണ്ടുവന്ന ഓളെ ഉമ്മയും ഉപ്പയും ബോധം കെട്ട് വീണതും ഒരുമിച്ചായിരുന്നു. കാക്കു നാട്ടിലെത്തിയിട്ടുണ്ട്. മയ്യത്ത് കട്ടിലും പിടിച്ച് പള്ളിക്കാട്ടിലേക്ക് ഓളെ കൊണ്ടുപോകാൻ പോകുമ്പോൾ ഇനി ഞാൻ ആർക്ക് വേണ്ടിയെന്ന് പറഞ്ഞ് ഓൻ പൊട്ടിക്കരയാണ്. ഓള് കരയണത് കാണാൻ ഇഷ്ടമില്ലാത്ത ഓനാണ്. ഇനി അങ്ങോട്ട് എന്തിനാ റബ്ബേ ഞാൻ? പെട്ടെന്നാണ് ഉമ്മ വന്ന് വിളിക്കണത്. മോളെ, എണീക്ക്, എന്തേലും തിന്നിട്ട് ഉറങ്ങിക്കോ. കരഞ്ഞു കലങ്ങിയ കണ്ണോടെ ഉമ്മാടെ വിളി കേട്ട് ഞെട്ടി ഉണർന്നു. വുളു എടുത്ത് നിസ്കരിക്കാൻ മുസല്ലയിലേക്ക് കയറിയപ്പോൾ കൈയും കാലുമൊക്കെ ആകെ കൂടെ വിറയ്ക്കണ പോലെ. അല്ലാ, ഒരു നിമിഷം ഞാൻ എൻ്റെ തന്നെ മരണത്തെ നേരിൽ കണ്ടുപോയല്ലോ. അല്ല, ആരെയും പറ്റിക്കാൻ എഴുതിയ വെറുമൊരു കഥയല്ല ഇത്. ഇന്നലെ ഞാൻ അനുഭവിച്ചറിഞ്ഞതാണ്. സ്വപ്നത്തിലെ മരണത്തിന് ഇത്രയും വേദനയെങ്കിൽ യഥാർത്ഥ മരണത്തിന് എന്തോരം വേദനയാകും. യാ അല്ലാ. രചന ആഷിഫ. അവതരണം സാം ഷമീർ.